السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد أرسلنا إلى أمم من قبلك فأخذناهم بالبأساء والضراء لعلهم يتضرعون. صدق الله مولانا العظيم. إذا رأيت الله يعطي العبد من الدنيا على معاصيه ما يحب فإنما هو استدراج. صدق رسوله الأمين. مد البعوض جناحها في ظلمة الليل البهيم الأليلي ويرى عروق نياطها في نحرها والمخ في تلك العظام النحلي. اغفر لعبد تاب من فرطاته ما كان منه في الزمان الأول. റഹ്മാനും റഹീമുമായ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞയാഴ്ച വരെ സംസാരിച്ചു വന്ന വിഷയം സന്ദർഭോചിതമായി ചില കാര്യങ്ങൾ ഈ ആഴ്ച ഉണർത്താനുള്ളതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മുതൽ നമുക്ക് തുടർന്ന് പറയാം. ഒരു വലിയ ദുരന്തത്തിൻ്റെ മുന്നിലാണ് കേരള ജനതയുള്ളത്. പത്രങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ അതിൻ്റെ വാർത്തകൾ വായിച്ച്, ദൃശ്യങ്ങൾ കണ്ട് ഞെട്ടലോടെയാണ് നമ്മളെല്ലാം നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ നാടിനെയും എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നാശങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി തരട്ടെ. കേരളം കണ്ട അതിഭീകരമായ, അതിഭയാനകമായ ഏറ്റവും വലിയ ഒരു ഉരുൾപൊട്ടലാണ് വയനാട് സംഭവിച്ചത്. ഒരു നൂറ്റാണ്ട് കാലയളവിനിടയിൽ ഈ കൊച്ചു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഹൈറേഞ്ചിലും അല്ലാതെയുമായിട്ടുള്ള ഇടങ്ങളിൽ ഒരു നൂറ്റാണ്ട് കാലത്തിനിടയ്ക്ക് ഏതാണ്ട് 27ഓളം ഉരുൾപൊട്ടലുകൾ ഉണ്ടായി എന്നതാണ് വാർത്ത. ആ 27 ഉരുൾപൊട്ടലുകളിലും ആൾനാശം സംഭവിച്ചു, ധനനഷ്ടം സംഭവിച്ചു. പക്ഷേ ഈ 4 നാളുകൾക്ക് മുമ്പ്, 3 ദിവസങ്ങൾക്ക് മുമ്പ് വയനാട് നടന്ന ഉരുൾപൊട്ടലിൻ്റെ അത്ര ജീവഹാനിയും ഭവന വിഭവ നഷ്ടവും സംഭവിച്ച ഒരു ഉരുൾപൊട്ടൽ കേരളത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. വയനാട് ജില്ലയിൽ കൽപ്പറ്റയിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന ഊട്ടി റോഡിൽ ഉള്ള ഒരു കൊച്ചു പട്ടണമാണ് മേപ്പാടി ടൗൺ. ആ മേപ്പാടി പട്ടണത്തിൽ നിന്ന് വലതു ഭാഗത്തേക്കുള്ള റോഡിലൂടെ ഏതാനും കിലോമീറ്റർ യാത്ര ചെയ്താൽ എത്തുന്ന ഇടമാണ് ചൂരൽമല. ചൂരൽമലയിൽ നിന്ന് പാലം കടന്ന് മുന്നോട്ടു പോയാൽ വഴി രണ്ടായി തിരിയുന്നിടത്ത് ഒരു വശത്തേക്ക് പോയാൽ അതാണ് മുണ്ടക്കൈ പ്രദേശം, മറ്റേ റോഡിലൂടെ പോയാൽ അട്ടമല എന്ന് പറയുന്ന പ്രദേശമാണ്. ചൂരൽമലയിലും മുണ്ടക്കൈയിലും എനിക്ക് ഒരുപാട് ആത്മസുഹൃത്തുക്കളുണ്ട്.
അവരുടെ മക്കളുടെ കല്യാണത്തിനായിട്ടും വീട് കയറി താമസത്തിനായിട്ടും പല തവണ ഈ നാടുകളെല്ലാം സന്ദർശിച്ചിട്ടുള്ളതും പോയി കണ്ടിട്ടുള്ളതുമാണ്. എൻ്റെ ഒരു ആത്മസുഹൃത്തുണ്ട്, പേര് അബ്ദുൽ ഹമീദ്, മുണ്ടക്കൈ സ്വദേശിയാണ്. അദ്ദേഹത്തിന് 2 വീടുകളുണ്ടായിരുന്നു. ഒന്ന് തറവാട് വീട്, പഴയ വീട്. അതങ്ങനെ നിലനിർത്തിക്കൊണ്ട് ഒരു പുത്തൻ വീട് വേറെ പണിതു. അവർ പുതിയ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം ഒരു ജീപ്പായിരുന്നു. ആ മലമ്പ്രദേശങ്ങളിലൂടെ ഗുഡ്സ് ഉപയോഗമായിട്ടും യാത്രക്കാരെ കൊണ്ടുപോയിട്ടും അതുകൊണ്ട് ജീവിക്കുന്ന അബ്ദുൽ ഹമീദിൻ്റെ 2 വീടുകളും ജീപ്പും ഈ ദുരന്തത്തിൽ തകർന്ന് ഒലിച്ചുപോയി. അള്ളാഹുവിൻ്റെ കാവലുകൊണ്ട് അബ്ദുൽ ഹമീദിനും കുടുംബത്തിനും ഒരു പോറലും ഏറ്റില്ല. കാരണം രാത്രി ഭക്ഷണം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീട്ടുകാരോട് പറഞ്ഞു, മഴ കനക്കുകയാണ്, നമുക്ക് ബന്ധു വീട്ടിലേക്ക് ഇന്ന് പോകാം, ഇവിടെ കിടക്കണ്ടെന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ട് മാറി താമസിച്ചത് കൊണ്ട് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി. ഈ കഴിഞ്ഞ ബുധനാഴ്ച രാത്രി എൻ്റെ ആത്മസുഹൃത്ത് അബ്ദുൽ ഹമീദിനെ ഞാൻ ഫോൺ ചെയ്ത് വിളിച്ചു, ഒന്ന് ആശ്വസിപ്പിക്കാൻ, ഒന്ന് സമാധാനിപ്പിക്കാൻ. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ഒരു വീട് എന്ന് പറയുന്നത് ഏതൊരാളുടെയും വലിയ സ്വപ്നാണ്. വരുമാനമാർഗമായ ജീപ്പ് ഒക്കെ പോയി, ശൂന്യം. ഉടുത്ത ഡ്രസ്സല്ലാതെ വേറൊന്നുമില്ല. ഇതിങ്ങനെയൊക്കെ നശിക്കുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ ആധാരെങ്കിലും എടുത്തു പോകും. ഒന്നും എടുക്കാതെ പോയത് അണിഞ്ഞ ഡ്രസ്സോടുകൂടെ. ഒന്നുമില്ലാതെയായിപ്പോയ ഹമീദിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ബുധനാഴ്ച രാത്രി ഞാൻ വിളിച്ചപ്പോൾ അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന സുഹൃത്ത് എന്നെ ഇങ്ങോട്ട് ആശ്വസിപ്പിക്കുകയായിരുന്നു. എനിക്ക് അള്ളാഹു തന്നതെല്ലാം അള്ളാഹു തിരിച്ചു വാങ്ങി, എന്നെയും കുടുംബത്തിനെയും അള്ളാഹു രക്ഷപ്പെടുത്തിയല്ലോ, അൽഹംദുലില്ലാ എന്ന വാക്കാണ് ആ സുഹൃത്ത് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ 500-ലധികം ആളുകളെങ്കിലും മരിച്ചിട്ടുണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇപ്പോൾ തന്നെ 300-ലധികം മരണം സംഭവിച്ചു എന്നാണ് ഇന്നത്തെ പത്രങ്ങൾ എഴുതിയത്. ഇപ്പോഴും ബോഡികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ തന്നെ കണക്കിൽപ്പെട്ട ആളുകളിൽ 100-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. അദ്ദേഹം പറയുന്നു, ആ പ്രദേശങ്ങളിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിത്താമസിക്കുന്ന ഒരു ഇടമാണ്. ചെറിയ വാടകയ്ക്ക് പാടികൾ എന്ന് പറയും, എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഷെഡുകളാണത്. അവിടെ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ, റിസോർട്ടുകളിൽ താമസിച്ചിരുന്ന ടൂറിസ്റ്റുകൾ, ഇവരതൊന്നും കണക്കില്ല. ഈ നിലക്ക് നോക്കുമ്പോൾ 500-ലധികവും മരണം സംഭവിക്കാം. ബുധനാഴ്ച രാത്രി ഞാൻ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹം ഒരു ഡ്യൂട്ടിയിലാണ്. അധികാരികൾ അദ്ദേഹത്തിന് ഒരു ഡ്യൂട്ടി കൊടുത്തിരിക്കുന്നു. എന്താ ഡ്യൂട്ടി? ആ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ആരോഗ്യമുള്ള ആളുകളെ അവിടെ ആവശ്യമുണ്ട്. എന്തിന്? കണ്ടെത്തുന്ന ശവശരീരങ്ങൾ, ബോഡികൾ തിരിച്ചറിയണമെങ്കിൽ പുറത്തുനിന്ന് വന്ന ആർക്കും അത് തിരിച്ചറിയാൻ പറ്റില്ല, നാട്ടുകാർക്കേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ നോക്കി ഇതാരാണ്, പേരേതാണ്, അഡ്രസ് ഏതാണെന്ന് സ്ഥിരീകരിക്കാനും നിർണയിക്കാനും ഒരു വിഭാഗത്തെ നിയമിച്ചപ്പോൾ അതിൽ അബ്ദുൽ ഹമീദ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ അവിടെ നിൽക്കാൻ കഴിയുന്നില്ല, ഞാൻ കുറേ സമയം പിടിച്ചു നിന്നു. എന്തേ പറ്റി? തലയില്ലാത്ത മയ്യിത്തുകൾ, വയറു പൊളിഞ്ഞ തല പൊളിഞ്ഞ മയ്യിത്തുകൾ, പരിസരത്താകെ അസഹ്യമായ ദുർഗന്ധം, ഉറ്റവരുടെയും ഉടയവരുടെയും കൂട്ടക്കരച്ചിലുകൾ, നിലവിളികൾ, ഇതെല്ലാം കണ്ടു നിൽക്കാൻ മനസ്സനുവദിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുരന്തത്തിനിരയായി മരിച്ചുപോയ നമ്മുടെ സഹോദരീ സഹോദരന്മാർക്കും പിഞ്ചോമന മക്കൾക്കും ഷഹാദത്തിൻ്റെ, രക്തസാക്ഷ്യത്തിൻ്റെ പദവിയും ജന്നത്തുൽ ഫിർദൗസും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെടാതെ ബാക്കിയായവർ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കൾ, പിഞ്ചുമക്കൾ, മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, കുടുംബത്തിലെല്ലാവരും നഷ്ടപ്പെട്ട് ഒരാൾ മാത്രം ബാക്കിയായ അവസ്ഥ, അവർക്കൊക്കെ അല്ലാഹു
മനസ്സമാധാനവും വിധി ഉൾക്കൊള്ളാനുള്ള ധൈര്യവും അല്ലാഹു സമ്മാനിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താണ്? അതാണ് ഈ അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. ആകുന്ന സഹായങ്ങൾ നാം ചെയ്യണം. കൈത്താങ്ങുകൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. കണ്ണീരൊപ്പാൻ നാം സജ്ജരാകണം. അതിനേക്കാൾ ഉപരി ഇത്തരം ദുരന്തങ്ങൾ, ഇത്തരം പ്രതിഭാസങ്ങൾ നമുക്ക് നൽകുന്ന പാഠങ്ങൾ നാം തിരിച്ചറിയുക തന്നെ വേണം. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്? മനുഷ്യരായ നമ്മളൊക്കെയും ദുർബലരാണ്. മാനവ മക്കളൊക്കെയും ബലഹീനരാണ്. മനുഷ്യ സമൂഹം വെറും ഭിക്ഷാടകർ മാത്രമാണ്. ഒന്നിനും കഴിവില്ലാത്തവരാണ്. പ്രപഞ്ചനാഥന്റെ അലംഘനീയമായ വിധി മറികടക്കാനോ അതിജയിക്കാനോ ഒരു മനുഷ്യ കഴിവിനും മനുഷ്യ കരുത്തിനും ആവുകയില്ല എന്ന പാഠമാണ് ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ളത്. ഇത്ര വലിയ ദുരന്തം വരുന്നത് ആർക്കാണറിയാൻ കഴിഞ്ഞത്? കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർലമെന്റിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് കേട്ടു. കേരളത്തിന് മുന്നറിയിപ്പ് കൊടുത്തതാണ്. നേരെ ദൂതന്മാരെ അയച്ചുകൊണ്ട് മുന്നറിയിപ്പ് നൽകിയതാണ്. കേരളം അവഗണിച്ചതാണ്. ചുമ്മാ രാഷ്ട്രീയം പറയുന്നു. ഈ സമയത്ത് മഴ മുന്നറിയിപ്പ് നൽകി എന്നത് സത്യമാണ്. അതിന്റെ ഭാഗമായി ഓറഞ്ച് അലർട്ട് വയനാട് ജില്ലയിലാകെ കലക്ടർ പ്രഖ്യാപിച്ചതുമാണ്. പക്ഷേ ചൂരൽമലയിലും മുണ്ടക്കൈ ഭാഗത്തും ഉരുൾപൊട്ടുമെന്ന മുന്നറിയിപ്പ് ആരാണ് നൽകിയത്? ആർക്കാണതറിയാൻ സാധിക്കുക? ആർക്കും അതറിയാൻ കഴിയുകയില്ല. അതിരിക്കട്ടെ, ഈ സംഭവം കഴിഞ്ഞ് മണിക്കൂറുകളും ദിവസങ്ങളും കഴിഞ്ഞിട്ട് കാണാനാകാത്ത മനുഷ്യരെ കണ്ടെത്താൻ, അവരുടെ ശവശരീരങ്ങൾ കണ്ടെടുക്കാൻ ഇതുവരെ നമ്മുടെ സംവിധാനങ്ങൾക്കായിട്ടുണ്ടോ? ഇല്ല. എങ്ങനെ കണ്ടെത്താനാകാനാണ്? ഈ പള്ളിയുടെ അത്രയും ഹൈറ്റിലൊക്കെയാണ് പല ഭാഗത്തും മണ്ണും കല്ലും മരങ്ങളും വന്നടിഞ്ഞുകൂടിയിട്ടുള്ളത്. അതിൻ്റെ അടിയിൽ കിടക്കുന്ന മയ്യിത്തുകൾ കണ്ടെടുക്കാൻ എങ്ങനെ സാധിക്കും? മാത്രമല്ല, ഈ ഉരുൾപൊട്ടലിന്റെ മലവെള്ളപ്പാച്ചിലിലൂടെ ഒഴുകിപ്പോയ മൃതദേഹങ്ങൾ, മയ്യിത്തുകൾ 40-50 കിലോമീറ്ററുകൾ ഒഴുകി വയനാടിന്റെ മലം പ്രദേശത്തിൽ നിന്ന് വെള്ളച്ചാട്ടത്തിലൂടെ താഴേക്ക് വീണ് മലപ്പുറം ജില്ലയുടെ നിലമ്പൂരും പോത്തുകല്ലും ഭാഗങ്ങളിൽ ചാലിയാർ പുഴയിൽ നിന്നാണ് കണ്ടെടുത്തത്. ഇന്നത്തെ പത്രത്തിൽ 58 മൃതദേഹങ്ങളും 95 മൃതദേഹ അവശിഷ്ടങ്ങളുമാണ് ചാലിയാർ പുഴയിൽ നിന്ന് കണ്ടെടുത്തത്. എവിടെയാണ് മൃതദേഹമുള്ളത്? അറിയാൻ മാർഗമില്ല. രക്ഷാപ്രവർത്തകർ പറയുന്നു, കല്ലും മണ്ണും സ്ലാബും എല്ലാം കുന്നുകൂടിയ ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോ, ദുർഗന്ധമടിക്കുമ്പോ, പാര കൊണ്ടും മാമറ് കൊണ്ടും ഉള്ള സംവിധാനം കൊണ്ടും സ്ലാബും മണ്ണും മരങ്ങളും നീക്കം ചെയ്യുമ്പോഴാണ് മയ്യിത്തുകൾ കണ്ടെത്താനാകുന്നത്. മണം പിടിച്ചിട്ട് ഭൂമിയുടെ അടിയിലുള്ള കാര്യം ആർക്കാ അറിയാം? പാലം തകർന്നു പോയ കാരണത്താൽ മുണ്ടക്കൈ ഭാഗത്തേക്ക് കടന്നു ചെല്ലാനാകാതെ എല്ലാവരും നിസ്സഹായരായി നോക്കി നിൽക്കുകയായിരുന്നില്ലേ? നമ്മുടെ ഇന്ത്യൻ ആർമി ഭഗീരഥ പ്രയത്നം തന്നെ നടത്തി. അതിനൊരു സല്യൂട്ട് ഇന്ത്യൻ സൈന്യത്തിന് കൊടുത്തേ മതിയാകൂ. പക്ഷേ അവരും ഈ ദുരന്ത ഭാഗത്തെത്തിപ്പെടാൻ ദിവസങ്ങളെടുത്തില്ലേ? ഒരു താൽക്കാലിക പാലം പണിയാൻ ദിവസങ്ങളെടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നൊക്കെ നമുക്ക് അറിയാനുള്ളത്, നമുക്ക് ഉൾക്കൊള്ളാനുള്ളത്, നമ്മുടെ എന്ത് സംവിധാനങ്ങളാണെങ്കിലും, എന്ത് ടെക്നോളജികളാണെങ്കിലും, എന്ത് ശാസ്ത്രീയ മികവാണെങ്കിലും, മനുഷ്യ സമൂഹത്തിന്റെ എന്തൊക്കെ കഴിവുകളാണെങ്കിലും, മനുഷ്യരെല്ലാം നിസ്സഹായരാൻ, മനുഷ്യരെല്ലാം ബലഹീനരാൻ, മനുഷ്യരെല്ലാം കഴിവില്ലാത്ത പാവങ്ങളാണ് എന്ന തിരിച്ചറിവ് സൂറത്തുൽ ഫാത്തിറിന്റെ
15-16 ആയത്തുകൾ അതാണ് നമുക്ക് ഓതിത്തരുന്നത്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ് ഇൻ യശഅ യുദ്ഹിബുകും വയഅതി ബിഖൽഖിൻ ജദീദ്. ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കണം. യാ അയ്യുഹന്നാസ്, അല്ലയോ മാനവരാശിയേ, മനുഷ്യവർഗമേ. ഈ വിളിയിൽ ആരൊക്കെ പെട്ടു? നമ്മളൊക്കെ പെട്ടു. അധികാരി വർഗം പെട്ടു, മോദി പെട്ടു, അമിത് ഷാ പെട്ടു, പിണറായി വിജയൻ പെട്ടു, ആരോഗ്യമന്ത്രി വീണ പെട്ടു, അദാനി പെട്ടു, അംബാനി പെട്ടു. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, മനുഷ്യവർഗമേ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളൊക്കെയും അല്ലാഹുവിന്റെ മുന്നിൽ ഭിക്ഷാടകർ മാത്രമാണ്. പരമദരിദ്രരായ ഫഖീറന്മാർ, അല്ലാഹുവിലേക്ക് ആവശ്യമുള്ളവർ മാത്രമാണ്. നിങ്ങളൊക്കെ ഫഖീറാണ്. ആരും കുറ്റം പറയണ്ട. ഗവൺമെന്റ് അത് എഴുതില്ല. അവിടെ ഒരു MP ഉണ്ടായിരുന്നു, അയാൾ ഒന്നും ചെയ്യാത്തോണ്ടാണ് ഈ പൊട്ടിയേക്കണത്. രാഷ്ട്രീയ കളി കളിക്കണവര് കളിച്ചോട്ടെ. ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല, പഴിക്കേണ്ട കാര്യമില്ല. അധികാരി വർഗങ്ങളൊക്കെയും അവിടെ സന്നിഹിതരായ പട്ടാളക്കാരൊക്കെയും അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, പ്രപഞ്ചനാഥന്റെ മുന്നിൽ നിങ്ങൾ ഭിക്ഷാടകർ മാത്രമാണ്, കഴിവുകെട്ട ഭിക്ഷക്കാർ മാത്രമാണ്. അല്ലാഹു പറയാണ്, വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹുവാണ് ഐശ്വര്യവാൻ, സ്വയം പര്യാപ്തനായവൻ, അവൻ മാത്രമാണ്, അവനാണ് സ്തുതിർഹൻ. എന്നിട്ട് അല്ലാഹു പറയാണ്, നിങ്ങളൊരു 500 ആളെ മരണം അല്ലെങ്കിൽ 200 ആളെ തിരോധാനാണോ നിങ്ങളെ വേട്ടയാടുന്നത് എന്നാ കേട്ടോളൂ. ഈ യശഉ ഒരു പ്രദേശത്തൊന്ന് ഉരുൾപൊട്ടി അല്ലെങ്കിൽ പേമാരി ഒന്ന് കനപ്പിച്ച് പ്രളയം കൊണ്ടുവന്ന് ഏതാനും നൂറുകണക്കിന് ആളുകൾ ഒഴുകിപ്പോകുന്ന, മരിച്ചുപോകുന്ന അവസ്ഥയല്ല. അതുമാത്രമല്ല എനിക്ക് സാധിക്കുക, ഈ യശഉ യുദ്ഹിബുക്കും, അല്ലാഹു ഉദ്ദേശിച്ചാൽ നിങ്ങളെ മൊത്തത്തിൽ ഉന്മൂലനം ചെയ്യാൻ അല്ലാഹുവിനാകും. അല്ലാഹു ഉദ്ദേശിച്ചാൽ നിങ്ങളെ ഒന്നടങ്കം ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റാൻ അല്ലാഹുവിനാകും. വയഅതി ബിഖൽഖിൻ ജദീദ്, നിങ്ങളല്ലാത്ത ഒരു പുതുപുത്തൻ സമൂഹത്തെ ഈ ഭൂമിയിൽ വിന്യസിക്കാനും അല്ലാഹുവിനാകും. നിങ്ങളെയൊക്കെ അങ്ങോട്ട് നശിപ്പിച്ചിട്ട് അടങ്കലും ഉന്മൂലനം ചെയ്തിട്ട് ഒരു പുതിയ ജനവിഭാഗത്തെ കൊണ്ടുവരാനും അല്ലാഹുവിന് സാധിക്കും. പരിശുദ്ധ ഖുർആൻ. എന്തിനാണ് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്? എന്തിനാണ് അല്ലാഹു പ്രളയമുണ്ടാക്കുന്നത്? എന്തിനാണ് അല്ലാഹു ഇങ്ങനെയുള്ള ഉരുൾപൊട്ടലുകൾ സൃഷ്ടിക്കുന്നത്? വിധി അവന്റേതാണല്ലോ. എന്തിനാണ് ചിന്തിക്കണം. ഒരിക്കലും പാവങ്ങളെ കൂട്ടക്കൊല ചെയ്യാനല്ല, പരമദരിദ്രരായ ആളുകളുടെ സമ്പാദ്യം കൊള്ളയടിക്കാനല്ല അല്ലാഹു ഇതൊക്കെ ഇറക്കുന്നത്. വയനാട്ടിൽ തന്നെ ഒറ്റപ്പെട്ട ഒരു ഇക്ക പറയുന്നത് കേട്ടു. എല്ലാം നഷ്ടായി, കുടുംബത്തിലെ മെമ്പർമാരും പോയി. അദ്ദേഹം പറയുന്നത്, എന്തിനാണ് അല്ലാഹ് ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അന്നാന്നത്തെ അരിക്ക് വേണ്ടി, കഞ്ഞിക്ക് വേണ്ടി കൂലിവേല ചെയ്ത് വൈകുന്നേരം കിട്ടുന്ന 300-350 രൂപ കൊണ്ട് അരി മേടിച്ച് അതിന് തൊട്ടുകൂട്ടാനൊരു കൂട്ടാനും മേടിച്ച് അന്തിയുറങ്ങുന്ന പാവങ്ങളാണ് ഞങ്ങൾ. ടീ എസ്റ്റേറ്റിൽ തേയില നുള്ളിക്കൊണ്ട് കിട്ടുന്ന തുച്ഛ വരുമാനം കൊണ്ട് കഞ്ഞി കുടിച്ച് ജീവിക്കുന്ന പാവങ്ങളാണ് ഞങ്ങൾ. എന്തിനാണ് അല്ലാഹ് ഞങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അദ്ദേഹം ചോദിക്കുന്നത്. വാസ്തവത്തിൽ അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ അവൻ നിരന്തരം പരീക്ഷിക്കുമല്ലോ. ചിലപ്പോൾ ഇഷ്ടപ്പെട്ടവരെ രക്തസാക്ഷികളാക്കി, ഇങ്ങനത്തെ ദുരന്തങ്ങളിൽ പിടികൂടി രക്തസാക്ഷികളാക്കി അല്ലാഹു അവങ്കലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമല്ലോ. ഒരു കാര്യം ഉറപ്പാണല്ലോ, നമുക്ക് ഈ രംഗം കണ്ടിട്ട് മനസ്സ് നുറുങ്ങുന്നു, കരള് നോവുന്നു. വാർത്ത കണ്ട പലരും കണ്ണ് നിറഞ്ഞൊഴുകുന്നു, അല്ലേ? നമുക്കതിന്റെ ഭീതി വിട്ടുമാറുന്നില്ല. നമ്മെക്കാൾ കാരുണ്യമുള്ളവനാണ് ആ മരിച്ച ജനവിഭാഗത്തോട് അല്ലാഹു കരുണാമയനാണ്. നമ്മളെ കരുണ അവിടെ ഒതുങ്ങൂലേ കൂട്ടരെ? ഒരു കണ്ണുനീരിൽ ഒതുങ്ങും.
അയ്യോ കഷ്ടമായി പോയി ആ വാക്കിലൊതുങ്ങും. വേണമെങ്കിൽ ഒരു 50 രൂപ അല്ലെങ്കിൽ ഒരു പുതപ്പ്, ഒരു ചെരുപ്പ്, ഒരു ബിസ്ക്കറ്റിന്റെ കൂട് പോകുന്ന വണ്ടിയിലേക്ക് ഇട്ടുകൊടുത്ത് തടി സലാമത്താക്കുന്നതോടെ നമ്മുടെ കാരുണ്യ പ്രവർത്തനം കഴിയും. റഊഫായ റഹീമായ റബ്ബുൽ ആലമീനായ റഹ്മാനായ റഹീമായ അള്ളാഹുവിന് ആ പാവപ്പെട്ട മനുഷ്യരോടുള്ള കരുണയുടെ 100% എനിക്കും നിങ്ങൾക്കും ഉണ്ടോ? ഇല്ല. അള്ളാഹു നമ്മെക്കാൾ അവരോട് കരുണുള്ളവനാണ്. പിന്നെ എന്തിനാ അള്ളത് ചെയ്യണേ? അവൻ അതിലൊക്കെ ഹിക്മത്തുണ്ട്. അള്ളാഹു ആദിലാണ്, നീതിമാനാണ്. അള്ളാഹു ഹക്കീമാണ്, അവൻ തത്വജ്ഞാനിയാണ്. അവന്റെ പ്രവർത്തനങ്ങളൊന്നും വിധികളൊന്നും പാഴ്വേലകളല്ല. റബ്ബാനിയായ ഹിക്മത്ത് ഇത്തരം ദുരന്തങ്ങളുടെ പിറകിൽ തീർച്ചയായിട്ടുണ്ടാവും. എന്തിനാണ് അള്ളാഹു ഇതിറക്കുന്നത്, ഇങ്ങനെയൊക്കെ വിധിക്കുന്നത്? ഇതിന്റെ ഉത്തരം മാത്രം നമുക്കൊന്നു കണ്ടെത്തണം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. സൂറത്ത് അൻആമിന്റെ 42, 43, 44 സൂക്തങ്ങൾ, 3 ആയത്തുകൾ ഇതിനുള്ള മറുപടിയാണ് അള്ളാഹു തരുന്നത്. എന്തിനാണ് ഉരുൾപൊട്ടൽ? എന്തിനാണ് പ്രളയം? എന്തിനാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇതിനുള്ള മറുപടിയാണ് അള്ളാഹു നൽകുന്നത്. നമ്മൾ പ്രിയപ്പെട്ടവരെ ആരും വീരവാദമൊന്നും പറയണ്ട. ചിരി കഴിഞ്ഞാൽ തുടങ്ങും വീരവാദം. 2018 പ്രളയം കഴിഞ്ഞ് അതിൽ നിന്നൊന്നും ഇങ്ങോട്ട് റിലീസായപ്പോൾ തുടങ്ങി പ്രസ്താവനകൾ പത്രമാധ്യമങ്ങളിലൂടെ വെണ്ടക്ക അക്ഷരം. എന്ത്? പ്രളയത്തെ കേരളം തോപ്പിച്ചു, പ്രളയത്തെ കേരളം നേരിട്ടു, പ്രളയത്തെ കേരളം അതിജയിച്ചു. തോൽപ്പിച്ചു അത്രേ. കാണായിരുന്നു ആ മഴ ഒരാഴ്ചയും കൂടെ നിലനിന്നിരുന്നെങ്കിൽ ഈ നാട് മുഴുവൻ മയ്യിത്തുകൾ ഒഴുകി നടന്നേനെ. എവിടെ തോപ്പിച്ചു എന്നായി പറയണേ? രാഷ്ട്രീയക്കാരും ബൗദ്ധിക തലത്തിൽ ചിന്തിക്കുന്നവരെന്തോ പറഞ്ഞോട്ടെ, മുസ്ലിങ്ങൾക്ക് ആ വാക്ക് പറയാനൊക്കൂല. ഇതിനെ തോപ്പിക്കാനാവൂല അള്ളാന്റെ കൃപാകടാക്ഷം കൊണ്ടല്ലാതെ. ഇത് നമ്മൾ ലൈവായിട്ട് കാണല്ലേ, ഈ രംഗം ഇങ്ങനെ കാണുകയാണ്, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എന്തിനാണിത് അള്ളാഹു ഇങ്ങനെയൊക്കെ നടപ്പിലാക്കുന്നത്? അൻആമിന്റെ 42, 43, 44 വചനങ്ങൾ ഇത് കണ്ട കേട്ട ഇതിന്റെ വേദന അനുഭവിക്കുന്ന നമ്മോട് അള്ളാഹു പറയുന്ന വാക്കാണ്. വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വല്ലറാഇ ലഅല്ലഹും യതദക്കറൂൻ ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തളറഉ വലാകിൻ ഖസത് ഖുലൂബുഹും വസയ്യന ലഹുമുശ് ശൈത്വാനു മാ കാനൂ യഅമലൂൻ ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇ ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതൂ അഖദ്നാഹും ബഗ്തതൻ ഫഇദാ ഹും മുബ്ലിസൂൻ. അൻആം സൂറത്തിലെ 3 ആയത്തുകൾ. നബിയെ, വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക, അങ്ങേക്ക് മുമ്പ് കുറെ ദൈവദൂതന്മാർ വന്നിരുന്നു, കുറെ ജനത ജീവിച്ചിരുന്നു നബിയെ. അങ്ങേക്ക് മുമ്പ് കുറെ ജനങ്ങളും ദൈവദൂതന്മാരും ഈ ലോകത്ത് വന്നിരുന്നു നബിയെ. ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വല്ലറാ, അവരെ നാം ദാരിദ്ര്യം കൊണ്ടും വിപത്ത് കൊണ്ടും പിടികൂടിയിരുന്നു. മുൻഗാമികളെ അവരിലേക്ക് നാം ദാരിദ്ര്യമിട്ടിരുന്നു, പ്രകൃതി ദുരന്തങ്ങളും പ്രതിസന്ധികളും ഇറക്കിയിരുന്നു. എന്തിന്? അവരെ കൂട്ടക്കൊല നടത്താനല്ല, അവരെ ഉന്മൂലനം ചെയ്യാനല്ല, അവരെ നശിപ്പിക്കാനല്ല. ലഅല്ലഹും യതളറഊൻ,
അവർ വിനയാന്വിതരാകാൻ വേണ്ടി, അഹങ്കാരത്തിന്റെ കൊമ്പ് അവരായി അടിച്ചു മുറിക്കാൻ വേണ്ടി, അവർ താഴ്മയുള്ള അടിമകളാകാൻ വേണ്ടി വിവിധങ്ങളായ പരീക്ഷണങ്ങൾ മുൻഗാമികളിലേക്ക് നാം ഇറക്കിയിരുന്നു നബിയേ. അപ്പൊ എന്തിനാ അതൊക്കെ? ലഅല്ലഹും യതളറഊൻ, അള്ളാഹുവിന്റെ മുന്നിൽ താഴ്മയോടെ നിന്നു കൊടുക്കാൻ. നമ്മളൊക്കെ ഇത് കേട്ടിട്ട് അല്ലാ ഞങ്ങളെ കൊണ്ടൊന്നും ആവൂല, അല്ലാ നിന്റെ അടിമകളാണ് ഞങ്ങളല്ലാ. ലഅല്ലഹും യതളറഊൻ. എന്നിട്ടല്ല പറയാ ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തളറഊ. ഇങ്ങനെയൊക്കെ കാണുമ്പോ ബുദ്ധിയുള്ള മനുഷ്യന്മാര്, വിശ്വാസികൾ എന്താണ് വിനയമുള്ളവരാകാത്തത്? ഞാൻ 1 കോടി കൊടുക്കും, 5 കോടി കൊടുക്കും, ഞാൻ അവിടെ എല്ലാവർക്കും ഭൂമി മേടിച്ചു കൊടുക്കും. കൊടുക്കണത് നല്ല കാര്യം, അവിടെ ഒരു അഹങ്കാരത്തിന്റെ സ്വരം. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും എന്താ വിനയമില്ലാത്തത്? വലാകിൻ ഖസത്ത് ഖുലൂബുഹും, അവരുടെ മനസ്സ് ഇനി ഒരു ചൂരൽമലയിലെ പൊട്ടലല്ല, ഒരു എവറസ്റ്റ് മലയിലെ പൊട്ടൽ വന്നാലും അവരെ മനസ്സിനൊരു മാറ്റമില്ലാത്ത വിധത്തിൽ അവരെ ഹൃദയം കടുത്തുപോയി. വസയ്യന ലഹുമുശ് ശൈത്വാനു മാ കാനൂ യഅമലൂൻ. അവർ പറയുന്നതും ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ശൈത്വാൻ അങ്ങനെ മൊഞ്ചാക്കി കൊടുത്തിട്ട് അവരെ റൂട്ടിന് അവരങ്ങനെ പോവാണ്. അള്ളാഹു തുടർന്ന് പറയുന്നതാണ് ഈ വിഷയത്തിന്റെ മർമ്മം. ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബി. നമ്മുടെ ഉത്ബോധനങ്ങൾ പല വിധത്തിൽ വന്നു. ഇതൊരു ഉത്ബോധനാണ്. ഇപ്പൊ ഈ കണ്ട ഉരുൾപൊട്ടൽ ഒരു വലിയ ഉത്ബോധന കൂട്ടരെ. ഒരു 10 ദിവസം വഴല് കേട്ടതിനേക്കാൾ എഫക്റ്റ് ഇല്ലേ ഈ ഒരു വാർത്ത വന്നപ്പോ? ഇല്ലേ? ഒരുപാട് നിങ്ങൾ പ്രഭാഷണം കേട്ടതിലേറെ ഒരു അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്നൊരു ഉത്ബോധനാണ് ഈ ദുരന്തം. ഇതും അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള താക്കീതാണ്. ഞാൻ ഈ പറയുന്നതും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള താക്കീതാണ്. ഖുർആൻ വചനങ്ങൾ ഉത്ബോധനമാണ്, തിരുഹദീസ് ഉത്ബോധനമാണ്, പ്രകൃതി ദുരന്തങ്ങൾ ഉത്ബോധനമാണ്. ഇതൊക്കെ വന്നിട്ടും ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബി, അതങ്ങോട്ട് മറന്നു കളയ ആൾക്കാർ. നമ്മൾ മറക്കൂലേ? 2018 സംഭവം ആർക്കാ ഓർമ്മയുള്ളത്? പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വെള്ളപ്പൊക്കം വന്നാല് ആളുകൾ വർഷം കണക്കാക്കുന്നത് പോലും ഇവള് ജനിച്ചത് അന്നത്തെ വെള്ളപ്പൊക്കത്തിന്റെ തലയെ കൊല്ലാന്ന് പറയും. ചിരിക്കുന്നുണ്ട് ആൾക്കാർ. അന്ന് അത് മറക്കൂല. അതാണ് അവരെ പ്രധാന വിഷയം. അന്ന് 80 വന്ന വെള്ളപ്പൊക്കത്തിന്റെ പിറ്റേന്നാണ് വാപ്പ മരിച്ചത്. അതായിരിക്കും പ്രധാന വിഷയം. ഇന്ന് മറന്നു, 18 മറന്നു. കാരണം നമ്മളതിനെ തോപ്പിച്ചല്ലോ. ഇനിയിപ്പോ എന്തിനാ മറക്കാതിരിക്കണേ? ഇത്തരത്തിലുള്ള ഉത്ബോധനങ്ങൾ നാം അയച്ചിട്ടും അത് മറന്ന് അവഗണിച്ച് കളഞ്ഞപ്പോൾ, എന്നിട്ട് സുഖലോലുപരായി ജീവിച്ചപ്പോൾ അള്ളാഹു എന്താ പറയുന്നത്? ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈ. അങ്ങനെ മറന്ന് ജീവിക്കുന്ന ആളുകളെ ഒറ്റയടിക്ക് അല്ലാഹു പിടിക്കൂല. ഇതൊക്കെ കേട്ടിട്ടൊരു കൂസലുമില്ലാതെ സുഖിച്ച് രമിച്ച് ജീവിക്കുന്ന ആൾക്കാര് അള്ളാന്റെ മുന്നിലെങ്കിലും ഒന്ന് വിനയം കാണിക്കാതെ അഹങ്കാരികളായി തുടരുന്ന ആളുകളെ അള്ളാഹ് എന്താ ചെയ്യാന്നായി പറയണേ? ചൂരൽമലയിലെ മുണ്ടക്കൈയിലെ വാർത്ത കേട്ടിട്ട് അതങ്ങോട്ട് പോട്ടെ, ഇതിപ്പോ മൈൻഡ് ചെയ്താലേ നമ്മളെ മൂട് പോവും. എന്നിട്ട് ഈ ധിക്കാരത്തോടുകൂടെ മുന്നോട്ട് പോകുന്ന ആൾക്ക് എന്താ കൊടുക്കുന്നതെന്ന് അള്ളാഹ് പറയുന്നത്? ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബി. ഇങ്ങനെ അവഗണിച്ച് ജീവിക്കുന്ന ആളുകൾ ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈ, എല്ലാ അനുഗ്രഹത്തിന്റെ വാതിലും അയാളെ മുന്നിൽ തുറന്നു കൊടുക്കും. അല്ലാ ആദ്യം ഉണ്ടായതിനേക്കാൾ കച്ചവടത്തിൽ ലാഭം കൊടുക്കും. ഈ തമ്മാടിക്ക് വണ്ടി ആദ്യം ഉണ്ടായിരുന്നത് പൊട്ട ഇന്നോവയെന്നു, പിന്നെ BMW ഇറക്കി. കാരണം ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈ എന്നാ പറഞ്ഞത്. എല്ലാ മേഖലയുടെയും വാതിൽ ഞാൻ അങ്ങോട്ട് തുറന്നു കൊടുക്കും. ദുന്യാവ് അങ്ങോട്ട് തുറന്ന് മലർത്തിയാണ് വെച്ചു കൊടുക്കാം മനുഷ്യന്റെ മുന്നിൽ. അയാൾ അതും കൊണ്ട് ഭുജിച്ച് രമിച്ച് സുഖിച്ച് വാഴുമ്പോ ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു, ലഭിച്ച ധനത്തിൽ സമ്പാദ്യത്തിൽ മതിമറന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന മെസ്സേജുകൾ വായിക്കാൻ തയ്യാറാകാതെ, വായിച്ച മെസ്സേജുകൾ ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ അങ്ങനെ ജീവിക്കുന്ന ആളുകളുടെ മുന്നിൽ ഇത്തരം സൗകര്യങ്ങൾ തുറന്നു കൊടുത്തവർ സുഖിച്ചങ്ങനെ ജീവിക്കുമ്പോ അഖദ്നാഹും ബഗ്തതൻ ഫഇദാഹും മുബ്ലിസൂൻ, ഒരൊറ്റ പിടുത്താണ് പിടിക്കും പെട്ടെന്ന്.
ഒരൊറ്റ പിടുത്തം കെട്ട് പിടിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് വിശദീകരിച്ച് പറയുന്നുണ്ട്, ഇദാ റഅയ്തല്ലാഹ യുഅ്തിൽ അബ്ദ മിനദ് ദുനിയാ അലാ മഅസിഹി മാ യുഹിബ്ബു. ഒരാള് കൊടും തമ്മാടിയാണ്. ഈ കൊടും തമ്മാടിക്ക് അള്ളാഹ് അങ്ങനെ ദുനിയാവ് വാരിക്കോരി അയാൾ എന്താണോ ഇഷ്ടപ്പെടുന്നൊക്കെ കൊടുക്കുക. മാ യുഹിബ്ബു, ദുന്യാവിൽ നിന്ന് അലാ മഅസിഹി, തമ്മാടിത്തരത്തിന് ഒരു കുറവുമില്ല, കൂടുതലാ, ധിക്കാരത്തിന് ഒരു കുറവുമില്ല. എന്നിട്ട് അള്ളാഹ് അങ്ങനെ ദുന്യാവ് കൊടുക്കുക. ഇപ്പറണ്ടൊരു സാധു 5 നേരം നിസ്കരിക്കുന്ന, ആരെയും ഗീബത്തും ഫസാദും നമീമത്തും പറയാതെ ഒതുങ്ങിക്കഴിയുന്ന സാധു, അവന് എന്നും കച്ചവടത്തിൽ പൊട്ടുകയാണ്. ഈ ചങ്ങാതി വച്ചോടം കേറുകയാണ്. റസൂലുള്ള പറയാണ്, ഇങ്ങനെ നീ കണ്ടാൽ, അള്ളാഹുവിനെ കണ്ടാൽ, ഒരു കൊടും തെമ്മാടിത്തരങ്ങളിൽ തുടരവേ, അതിൽ തെമ്മാടിത്തരങ്ങളിൽ അഭിരമിക്കവേ, അതിൽ പുരോഗതിപ്പെടവേ അയാൾ ഇഷ്ടപ്പെട്ട ദുന്യാവൊക്കെ കൊടുക്കുന്നത് കണ്ടാൽ നീ മനസ്സിലാക്കണം, ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജുൻ, അതൊരു ചൂണ്ടയിടലാണ്. ചൂണ്ടയിടൽ നിങ്ങൾക്കറിയില്ല, മൂവാറ്റുപുഴക്കാർക്ക് ഇര കോർത്ത്, കൊളുത്തിൽ ഇര കോർത്തിട്ട് അങ്ങോട്ട് ഇടും നൂലോടുകൂടെ. മീൻ വന്ന് കടിച്ചാൽ എന്താ ചെയ്യുക? അപ്പ വലിക്കൂല, അയച്ചു കൊടുക്കും. നന്നായിട്ട് മീന്റെ വായിൽ അത് ലോക്കാകുന്നു കാണും, ഒരൊറ്റ അഹദനാഹും ബഗ്തതൻ, ഒരൊറ്റ ഞെട്ടിക്കല കുടുങ്ങും. ഈ പണി അള്ളാഹ് ചെയ്യാണ്. ഫഇദാഹും മുബ്ലിസൂൻ, സുഖിക്കാൻ വിടും, എല്ലാ സൗകര്യം കൊടുത്തു, എല്ലാം ഓക്കെയാണ്, അടിച്ചു പൊളിച്ച് അഹങ്കരിച്ച് ഇങ്ങനെ ജീവിക്കാണ്. അള്ളാഹു ആ ചൂണ്ടൊരൊറ്റ വലി, എങ്ങനെ വലിക്കല്? ഒരു തലവേദന എന്റെ മരുന്ന് കുടിച്ചു, തൽക്കാല ആശ്വാസം, വീണ്ടും തലവേദന വന്നു. ഡോക്ടറെ പോയി കണ്ടു, മരുന്ന് മേടിച്ചു, വീണ്ടും തലവേദന. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. സ്കാനിങ്ങിൽ തെളിഞ്ഞു ബ്രെയിൻ ട്യൂമർ. ഫഇദാഹും മുബ്ലിസൂൻ, പഠിച്ചോൻ ഈ കോടിനി എന്നെ ആക്കാൻ അല്ലാ. നിരാശയോടെ അയാൾ വീണു. അല്ലെങ്കിൽ വയറ്റിലൊരു മുഴ. ഡോക്ടർ പറഞ്ഞു, അതിന്റെ സാമ്പിൾ എടുത്ത് ട്രിവാൻഡ്രത്തേക്കൊന്ന് വിടാം, റിസൾട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് റിസൾട്ടുമായിട്ട് വാ. മക്കളെ കൂട്ടി ഇക്കാക്ക റിസൾട്ട് വന്നു. ഡോക്ടറുടെ മുറിയിൽ കയറിയപ്പോ, നിങ്ങളൊന്നാണ് പുറത്ത് ഇറങ്ങിക്കെന്ന് പറഞ്ഞു രോഗിയോട്. കൂടെയുള്ള ആളുകൾ ഒന്നും വരുമായിരുന്നു. 4th സ്റ്റേജാണ്. പാലിയേറ്റീവ് പ്രവർത്തകരെ അറിയിക്കുക, വേറൊന്നും ചെയ്യാനില്ല. ഫഇദാഹും മുബ്ലിസൂൻ, അള്ളാഹു ഒരൊറ്റ വലിയ അങ്ങോട്ട് വലിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് ആ പാവങ്ങളെ നമുക്ക് സഹായിക്കേണ്ടതുണ്ട്. ഞാൻ അറിഞ്ഞിടത്തോളം, ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര വരുമ്പോൾ ധാരാളം വാനുകൾ, ലോറികൾ, ബാനർ മുന്നിൽ കെട്ടിക്കൊണ്ട് സാധന സാമഗ്രികളുമായിട്ട് ഓടുകയാണ് അങ്ങോട്ട്. ആവശ്യത്തിനപ്പുറം സാധനങ്ങൾ, വസ്ത്രങ്ങളാണെങ്കിലും ഭക്ഷ്യവസ്തുക്കളാണെങ്കിലും അവിടെ സ്റ്റോക്കാണ്. ഇനി അത് കുന്നുകൂടി വേസ്റ്റ് ആകുന്ന അവസ്ഥ വരണ്ട എന്നുള്ളതാണ് അവിടെയുള്ള ആളുകളുടെ അഭിപ്രായം. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും അത് സമാഹരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിച്ചു കൊടുക്കുക എന്നല്ലാതെ, ഇനി ഫണ്ടാണ് നമുക്ക് ആവശ്യം വരിക. അവരെയൊക്കെ പുനരധിവസിപ്പിക്കേണ്ടി വരും. ഭവനരഹിതരാണ് പലരും. ഇപ്പോൾ നമ്മൾ മുമ്പ് കവളപ്പാറ, നിലമ്പൂര് സംഭവിച്ചപ്പോഴും അതിൻ്റെ മുമ്പ് വയനാട് സംഭവിച്ചപ്പോഴൊക്കെ നമ്മുടെ ജമാഅത്തിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു കൈത്താങ് നമ്മൾ കൊടുത്തതാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ച അതിനുള്ള കലക്ഷൻ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മക്കൾ ഇപ്പോൾ തന്നെ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും സഹായിക്കുക. ഈ മെസ്സേജ് നമുക്ക് കൂടി ഉള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാനിതിലൊന്നും ആളല്ലേ, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ലേ, ഞാൻ അറിഞ്ഞാൽ തന്നെ ശ്രദ്ധിക്കാൻ നേരല്ലേ എന്ന ചിന്താഗതി വേണ്ട.